177.6 വോൾട്ട് വരുന്ന സീറ്റിൻ്റെ അടിയിൽ, അതായത് കോ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ടൊയോട്ട തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. പലപ്പോഴും മാരുതിയുടെ വാഹനത്തിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് സ്മാർട്ട് ഹൈബ്രിഡും വെറും ഹൈബ്രിഡും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് നമ്മൾ കാണാറുണ്ട്, എന്നാൽ ഹൈബ്രിഡ് ബാഡ്ജിങ്ങും കാണാറുണ്ട്. ഹൈബ്രിഡിനാണോ മൈലേജ് കൂടുതൽ, അതോ സ്മാർട്ട് ഹൈബ്രിഡിനാണോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതിൽ ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഇവിടെയുള്ള ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണ്, അതായത് ഒരു പ്യുവർ ഹൈബ്രിഡ് അഥവാ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിളാണ് ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ളത്. എന്നാൽ ഒരു നോർമൽ സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിളും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരു സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിളിൽ, അതായത് ഈ വാഹനമല്ല, സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിളിൽ നമുക്കൊരു നോർമൽ ലിഥിയം അയൺ ബാറ്ററി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്, എഞ്ചിനെ മാത്രമല്ല കുറച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലിഥിയം അയൺ ബാറ്ററി, അതൊരു 12 വോൾട്ട് ബാറ്ററി തന്നെയാണ്. നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ, അതായത് കോ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റ് വരുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ISG എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു മോട്ടർ അസംബ്ലി നമ്മുടെ എഞ്ചിനിൽ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. അതായത് ഓൾട്ടർനേറ്ററിന് പകരം, അഥവാ നമ്മുടെ ജനറേറ്റർ അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്ററിന് പകരമായിട്ട് ISG എന്ന് പറയുന്നൊരു യൂണിറ്റ് യൂസ് ചെയ്ത്, ആ ഒരു ISG യൂസ് ചെയ്ത് തന്നെ വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യാനും, ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിൻ എന്തെങ്കിലും ഒരു അസിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്ത് ഈ ഹൈബ്രിഡ് മോട്ടറിന്, അല്ലെങ്കിൽ അഥവാ ഈ ഒരു സ്റ്റാർട്ടർ ജനറേറ്ററിനെ കറക്കി കൊടുത്ത് എഞ്ചിൻ അത്രയും കൂടെ അസിസ്റ്റ് കൊടുക്കുകയാണ്. അതായത് നല്ലൊരു കുത്തനെയുള്ള കയറ്റമൊക്കെ കയറുകയാണെങ്കിൽ വാഹനത്തിന് എപ്പോഴാണോ പവർ വേണ്ടി വരുന്നത് അന്നേരം ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സ്മാർട്ട് ഹൈബ്രിഡ് യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഒരു പ്യുവർ ഹൈബ്രിഡ് ആയാലോ, അതായത് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്യുവർ ഹൈബ്രിഡാണ് 177.6 വോൾട്ട് വരുന്ന DC ബാറ്ററി ലിഥിയം അയൺ നമുക്കിതിൻ്റെ ബാക്കിൽ അവൈലബിൾ ആണ്. അതായത് DC എന്ന് ഞാൻ എടുത്ത് പറഞ്ഞത് ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്, ബാറ്ററീസ് എല്ലാം DC വരത്തുള്ളൂ. അങ്ങനെ ഒരു DC ബാറ്ററി, അതായത് 177 വോൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില്ലറയല്ല. യെസ്, ചില്ലറയൊന്നുമല്ല, ഒരു ഇലക്ട്രിക് വാഹനം പോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഹൈബ്രിഡ് വേരിയൻറ്റ്. ഇതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഇതിൻ്റെ വോൾട്ടേജ് കൂട്ടി AC വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം വർക്ക് ചെയ്യുന്നത്. അതായത് ഇത് പ്യുവറായിട്ടൊരു ഇലക്ട്രിക് പ്ലസ് പെട്രോളും കൂടെ യൂസ് ചെയ്ത് ഓടുന്നതുകൊണ്ടാണ് ഇതിനെയാണ് പ്യുവർ ഹൈബ്രിഡ് അഥവാ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് അറിയപ്പെടുന്നത്. ഇതിനകത്ത് 2 മോട്ടോർ അസംബ്ലീസ് വരുന്നുണ്ട്, MG1ഉം MG2ഉം വരുന്നുണ്ട്. മോട്ടോർ ജനറേറ്റർ 1ഉം മോട്ടോർ ജനറേറ്റർ 2ഉം വരുന്നുണ്ട്. ആ ഒരു മോട്ടോർ അസംബ്ലിയാണ് ഇതിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ECVT എന്നൊരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിലോട്ടുള്ള ഡ്രൈവിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ സ്പീഡ് എത്രത്തോളം കൺട്രോൾ ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട്, അതായത് ഈ ഒരു വാഹനത്തിൽ മെയിനായിട്ട് ഈ ഒരു വാഹനത്തിൽ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എഞ്ചിൻ ബാറ്ററീനെ ചാർജ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ വാഹനത്തിൻ്റെ ഫുള്ള് ഡ്രൈവ് വരുന്ന ഇലക്ട്രിക് മോഡിൽ തന്നെയാണ്. ഇലക്ട്രിക് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററിക്ക് എപ്പോഴാണ് ചാർജ് കുറയുന്നത് അന്നേരം എഞ്ചിൻ സ്റ്റാർട്ടായി നേരെ ബാറ്ററീനെ ചാർജ് ചെയ്യുന്നതായിരിക്കും. അഥവാ ഈ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും എഞ്ചിൻ ഓൺ ആയിരിക്കണമെന്നില്ല. എഞ്ചിൻ ഓഫ് കണ്ടീഷനിലും ഇലക്ട്രിക് ബാറ്ററി കൊണ്ട് തന്നെ നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വാഹനം എപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത്, എപ്പോഴാണ് ഓഫ് ആകുന്നത് നമുക്ക് വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്റർ നോക്കിയാൽ അറിയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചെറിയൊരു നോയ്സ് കാരണം നമുക്കത് അറിയാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഒട്ടും തന്നെ അറിയാൻ സാധിക്കത്തില്ല. ഹൈബ്രിഡ് എടുക്കണോ സ്മാർട്ട് ഹൈബ്രിഡ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഡ്രൈവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല ഫ്യൂവൽ എഫിഷ്യൻസി തരുന്നതായിരിക്കും. ഈ ഒരു വാഹനം, ഇത്രയും വലിയൊരു വാഹനം, അതായത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വിക്ടോറിയസ് ആണ് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള, അഥവാ ഗ്രാൻഡ് വിറ്റാറയിൽ ഈ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഈ എഞ്ചിൻ വരുന്നത് നമ്മുടെ ടൊയോട്ട തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയെടുത്തോളാം, എനിക്ക് പേഴ്സണലായിട്ട് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കുന്നുണ്ട് ഒരു നഷ്ടവും വരുന്നില്ല. നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി, അതായത് 28 km/ലിറ്റർ തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതൊരു ചെറിയൊരു കൗണ്ടല്ല. ഡ്രൈവ് കൂടുതലുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ എടുക്കുക എന്നുള്ളത്. ഇനി നിങ്ങളുടെ സജഷൻസ് എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ കൊടുത്തേക്കുക.